നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫി നാളെ ആരംഭിക്കുകയാണ്. പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിൽ പാകിസ്ഥാനിൽ വെച്ചിട്ട് ഉദ്ഘാടന മത്സരം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ദിവസം ദുബായിൽ ടീം ഇന്ത്യ ഇറങ്ങുകയാണ്. എതിരാളികൾ ബംഗ്ലാദേശാണ്. മികച്ചൊരു തുടക്കം ടീം ഇന്ത്യക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ടീമിനെ കുറിച്ചും വിശദമായിട്ട് നമ്മളൊരു പ്രിവ്യൂ വീഡിയോ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ 7ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നു. 7ാം എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം ടീം ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യൻ ടീമിനെ കുറിച്ച് നമ്മൾ ടീം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്. പിന്നെ ഈ ടീം പ്രിവ്യൂയുടെ കൂട്ടത്തിൽ മത്സരങ്ങൾ, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട താരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, വലിയ ഒരു തിരിച്ചടി ടീം ഇന്ത്യക്ക് ഈ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് പോകുമ്പോഴുള്ളത് ജസ്പ്രീത് ബുംറ ഇല്ല എന്നുള്ളതാണ്. ബുംറ ഉണ്ടെങ്കിൽ അതൊരു ധൈര്യമാണ്, പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. അതിന് സ്പിൻ ബൗളിങ്ങിൻ്റെ പിച്ചാണോ പേസ് ബൗളിങ്ങിന് അനുകൂലമായ പിച്ചാണോ അങ്ങനെയൊന്നുമില്ല. ആദ്യത്തിന് ഏത് പിച്ചും ഒരുപോലെയാണ്, എറിഞ്ഞങ്ങിട്ടിരിക്കും. ആ ബുംറ ഇല്ലാതെയാണ് കളിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളതൊരു തിരിച്ചടി തന്നെയാണ്. മുഹമ്മദ് ഷമി ഉണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഷമിയുടെ പെർഫോമൻസ് മറക്കേണ്ട. എന്നാൽ അദ്ദേഹം പരിക്കേറ്റ് പുറത്തിരുന്ന് വളരെ ഹാൻഡ്ഫുള്ളായിട്ടുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഈ സീരീസിൽ കളിച്ചത്. അതിലാവട്ടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒന്നും ഷമിയിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതും ഓർക്കുക. അപ്പോൾ അവിടെയാണ് നമുക്കൊരു ആശങ്കയ്ക്ക് വകയുള്ളത്. പക്ഷേ അതിനെ കവർ ചെയ്യാനാണല്ലോ നമ്മൾ കൂടുതൽ സ്പിൻ ബൗളേഴ്സിനെ കൊണ്ട് പോയിരിക്കുന്നത്. ഈ സ്പിൻ ബൗളിംഗ് കൂട്ടമാണെങ്കിൽ മികച്ച ഫോമിലുമാണ്. ദുബായിൽ സ്പിൻ ബൗളിങ്ങിനെ വെച്ചുകൊണ്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക, കളി പിടിക്കുക, അത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സ്ക്വാഡും കൊണ്ട് നമ്മുടെ ടീം അങ്ങോട്ടേക്ക് പറന്നിരിക്കുന്നത്. മാത്രമല്ല, 3 സ്പിന്നേഴ്സിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് അക്സർ പട്ടേലും ഒന്ന് രവീന്ദ്ര ജഡേജയുമല്ലേ. പിന്നെ കുൽദീപ് യാദവോ വരുൺ ചക്രവർത്തിയോ ആരെങ്കിലും ഒരാൾ കളിയുടെ സാഹചര്യം അനുസരിച്ചുണ്ടാവും. അപ്പോൾ അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയുമാണ് കളിക്കുന്നതെങ്കിൽ ബാറ്റിംഗ് ഡെപ്തിന് ഒട്ടും പ്രശ്നവുമില്ല. അപ്പോൾ അത് നമുക്ക് അഡ്വാൻറ്റേജുമാണ്. അപ്പം ബുംറ ഇല്ലാത്ത പ്രശ്നം സ്പിൻ ബൗളിംഗ് കൊണ്ട് പരിഹരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ടീം മാനേജ്മെൻറ്റ് ലക്ഷ്യം വെക്കുന്നത്. പിന്നെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ 2023 വേൾഡ് കപ്പിൽ മികച്ച പ്രകടനമാണ് ടീം ഇന്ത്യ നടത്തിയത്. ആ ഫൈനൽ മത്സരം തോറ്റു എന്നതൊഴികെ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നല്ലോ. അന്നത്തെ ഏതാണ്ട് അതേ ബാറ്റിംഗ് നിരയും കൊണ്ട് തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. അവിടെയുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എത്രത്തോളം ഫോമിലാണ് എന്നുള്ളതാണ്. എന്നാൽ ഒരാൾ സെഞ്ചുറി നേടിക്കൊണ്ട് തന്നെ കൊണ്ട് ഇപ്പോഴും പഴയ മികവിൽ കളിക്കാൻ പറ്റുമെന്ന് ഇംഗ്ലണ്ടിനെതിരെ കാണിച്ചു തന്നു. കോഹ്ലിയും ഒരു അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള ഘട്ടത്തിൽ അവരിൽ നിന്ന് മികച്ച പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം. അപ്പോൾ ഇന്ത്യയുടെ മാച്ചസ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യ മത്സരം 20-ാം തീയതിയാണ്. ആ കളി ബംഗ്ലാദേശിനെതിരെയാണ്. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനെതിരെ ഫെബ്രുവരി 23. അത് വല്ലാത്തൊരു പോരാട്ടമായിരിക്കും. ഇപ്പോൾ ICC ഈവൻറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളുള്ളൂ, ബൈലേറ്ററൽ സീരീസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ഓരോ കളിക്കും വലിയ ആവേശമാണ് ഉണ്ടാവുക, വലിയ വീറും വാശിയുമാണ് ഉണ്ടാവുക. സോ പാകിസ്ഥാനെതിരെ ഫെബ്രുവരി 23 രണ്ടാമത്തെ പോരാട്ടം. അതിനുശേഷം ആവശ്യത്തിന് സമയമുണ്ട്. മാർച്ച് 2 പിന്നെ കളിയുള്ളൂ. എതിരാളികൾ ന്യൂസിലാൻഡാണ്. അപ്പോൾ മറ്റുള്ള ടീമുകളെ അപേക്ഷിച്ച് ടീം ഇന്ത്യക്കുള്ളൊരു ആനുകൂല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കളികളും ദുബായിൽ വെച്ച് മാത്രമാണ് നടക്കുക. പാകിസ്ഥാനിലേക്ക് പോവേണ്ടതേയില്ല. അതേസമയം ഇന്ത്യക്കെതിരെ കളിക്കാൻ വേണ്ടി പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഈ ന്യൂസിലാൻഡിനുമൊക്കെ അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് പറക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ അവിടുത്തെ ദുബായിലെ സാഹചര്യങ്ങളോട് ഇണങ്ങി മത്സരങ്ങൾ കൂടുതൽ കളിക്കാനുള്ള ഒരു സാഹചര്യവും ഒരുങ്ങുന്നുണ്ട്. അതും നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് കാണണം. ഇന്ത്യയുടെ ബെസ്റ്റ് 11 നമ്മൾ പറഞ്ഞാൽ രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ അവർ ഓപ്പൺ ചെയ്യും. വിരാട് കോഹ്ലി 1 ഡൗൺ ബാറ്ററായിട്ട് ഇറങ്ങും. ദെൻ ശ്രേയസ് അയ്യർ നമ്പർ 4, ദെൻ നമ്പർ 5 KL രാഹുൽ, നമ്പർ 6 ഹാർദിക് പാണ്ഡ്യ, നമ്പർ 7 രവീന്ദ്ര ജഡേജ, നമ്പർ 8 അക്സർ പട്ടേൽ, നമ്പർ 9 കുൽദീപ് യാദവ്, നമ്പർ 10 അർഷ്ദീപ് സിംഗ്, നമ്പർ 11 മുഹമ്മദ് ഷാമി. സ്ക്വാഡിലുള്ള മറ്റു താരങ്ങൾ ഋഷഭ് പന്തും വാഷിംഗ്ടൺ സുന്ദറും ഹർഷിത് റാണയും വരുൺ ചക്രവർത്തിയുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്സർ പട്ടേലിനെ എവിടെ വേണമെങ്കിലും കളിപ്പിക്കാം. അദ്ദേഹത്തെ നമ്പർ 5 ആക്കിയും നമ്പർ 6 ആക്കിയും 7 ആക്കിയും 8 ആക്കിയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. സോ വേണമെങ്കിൽ മിഡിൽ ഓർഡറിൽ ആ ഒരു ലെഫ്റ്റ് ഹാൻഡറുടെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് കളിപ്പിക്കാവുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ച അതേ ബാറ്റിംഗ് ലൈനപ്പാണെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ശ്രേയസ് അയ്യരൊക്കെ മിന്നും ഫോമിലാണ്. അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന മധ്യനിരയിൽ. രോഹിത് ശർമ്മ പിന്നെ അറിയാമല്ലോ, അദ്ദേഹം ക്ലിക്കായി കഴിഞ്ഞാൽ ഏത് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഏത് ബൗളിംഗ് നിരയെയും അദ്ദേഹത്തിന് തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും. ശുഭ്മൻ ഗില്ലാണെങ്കിലോ
തോട്ടാൽ പൊള്ളുന്ന ഫോമിലല്ലേ, ഇംഗ്ലണ്ടിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടില്ലേ. പിന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സ്വാഭാവികമായിട്ടും സുപ്രധാനമായിട്ടുള്ള റോൾ ഇവിടെ വഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് മുഹമ്മദ് ഷമി, ഹർഷ്ദീപ് സിംഗ് 2 പേസ് ബൗളർമാരാണ് ഉള്ളതെങ്കിൽ തേർഡ് സീമറുടെ റോള് അദ്ദേഹത്തിന് വഹിക്കാനുണ്ട്. അദ്ദേഹത്തിന് അത് പല ഘട്ടങ്ങളിലും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ടീമിൻ്റെ ബാലൻസിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട റോളുണ്ട്. അതോടൊപ്പം തന്നെ അക്സർ പട്ടേലിനും ഇത്തവണ ഒരു കീ റോളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഒരു ഒത്ത ബാറ്ററെ പോലെ അദ്ദേഹം ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് കപ്പാസിറ്റി നമ്മൾ എടുത്ത് പറയേണ്ടതുമില്ലല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ടീമിന് ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഇങ്ങനെയുള്ള താരങ്ങൾ ടീമിലുണ്ട് എന്നുള്ളത്. കുൽദീപ് യാദവോ വരുൺ ചക്രവർത്തിയോ എന്നുള്ളത് ഓരോ കളിക്കനുസരിച്ചായിരിക്കും തീരുമാനിക്കുക. അപ്പോൾ സ്പിൻ ബൗളിങ്ങിന് നമുക്ക് ആവശ്യത്തിനുള്ള വെറൈറ്റീസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ബാക്കപ്പായിട്ട് വാഷിംഗ്ടൺ സുന്ദറുമുണ്ട്. ഓൾറൗണ്ടറാണല്ലോ, അപ്പോൾ അവിടെ ബാക്കപ്പായിട്ട് വാഷിംഗ്ടൺ സുന്ദറുമുണ്ട്. ബൗളിങ്ങിൽ ഫസ്റ്റ് ലെവലിൽ പേസ് ബൗളിങ്ങിൽ ഹർഷ്ദീപ് സിംഗും മുഹമ്മദ് ഷമിയും തന്നെ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ബാക്കപ്പായിട്ട് നമുക്ക് ഹർഷിത് റാണയും അവൈലബിൾ ആണ്. മുഹമ്മദ് സിറാജിനെ കൂടി ആഡ് ചെയ്യാമായിരുന്നില്ല ഹർഷിത് റാണയ്ക്ക് പകരം എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇവിടെ ഇന്ത്യൻ ടീം പ്രധാനമായും സ്പിൻ ബൗളിങ്ങിനെ വെച്ചുകൊണ്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് സക്സസ് ആവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇന്ത്യയുടെ റീസെൻ്റ് ODI ഫോം നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2023 വേൾഡ് കപ്പിന് ശേഷം അത്രയധികം ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടില്ല. 9 ഏകദിന മത്സരങ്ങളാണ് ടീം ഇന്ത്യ കളിച്ചിട്ടുള്ളത് 2023 വേൾഡ് കപ്പിന് ശേഷം. അതിലൊന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് ആ വേൾഡ് കപ്പിന് തൊട്ടു പിന്നാലെ പോയ ആ ഒരു സീരീസ് ആയിരുന്നല്ലോ. അവിടെ 2-1 വിജയം നമ്മൾ നേടിയിരുന്നു. പക്ഷേ അന്നത്തെ കാര്യം ഓർക്കുക, സൗത്ത് ആഫ്രിക്ക ഏതാണ്ട് ഒരു സെക്കൻഡ് സ്ട്രിങ് ടീമും കൊണ്ടാണ് കളിച്ചത്. ഡിസംബർ 2023 ആ ഒരു സീരീസ് നടന്നത്. അതിനുശേഷം ശ്രീലങ്കയിലേക്ക് പോയി. അതായത് കഴിഞ്ഞ T20 വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ശ്രീലങ്കയിലേക്കുള്ള സീരീസ്. അവിടെ 2-0 തോൽവി ഏറ്റുവാങ്ങി. അതൊരു സെറ്റ് ബാക്കായിരുന്നു. നമ്മുടെ ഗൗതം ഗംഭീർ കോച്ചായി വന്നതിന് ശേഷമുള്ള ആദ്യ സീരീസിലാണ് ആ ഒരു തോൽവി ഏറ്റുവാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടില്ല. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന മത്സരങ്ങളാണ് പിന്നെ നമ്മൾ കാണുന്നത്. അതാവട്ടെ പൂർണ്ണമായിട്ടും ആധിപത്യം പുലർത്തി 3-0 വിജയം ടീം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പോകുന്നത് ആ ഒരു വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ്. ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2013 ഇന്ത്യ ചാമ്പ്യന്മാരായിട്ടുണ്ട്. അതിനു മുമ്പ് 2002 ഇന്ത്യയും ശ്രീലങ്കയും കൂടി കിരീടം പങ്കുവച്ചിട്ടുമുണ്ട്. അന്ന് 2 ദിവസം മഴ പെയ്തതുകൊണ്ട് അങ്ങനെ ആണ് അന്ന് തീരുമാനമെടുത്തത്. 2 തവണ ഇന്ത്യ ഫൈനലിൽ തോറ്റിട്ടുണ്ട്. 2000 ന്യൂസിലാൻഡിനോടും 2017 പാകിസ്ഥാനോടും. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനോട് 2017 ഫൈനൽ തോറ്റു. അങ്ങനെയാണ് പാകിസ്ഥാൻ ആ ഒരു കിരീടം ചൂടുന്നത്. അതിന് പക വീട്ടാനുള്ള കൃത്യമായ ഒരു അവസരമാണിത്. ഫെബ്രുവരി 23 പാകിസ്ഥാനെ കൈ കിട്ടുമ്പോൾ തീർത്തു കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം പിന്നെ ചാമ്പ്യൻസ് ട്രോഫി അല്ല, വേൾഡ് കപ്പിലും ഏകദിന വേൾഡ് കപ്പിലും T20 വേൾഡ് കപ്പിലും ഒക്കെ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ വീണ്ടും അത് ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ ടീമിന് ദൗർബല്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും നമ്മുടെ പേസ് ബൗളിങ്ങിൻ്റെ ഭാഗത്താണ്. അതേസമയം സ്പിൻ ബൗളിംഗ് വെച്ച് നമ്മളത് മറികടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. ബാറ്റിംഗ് ആണെങ്കിൽ കിടിലനാണ്. എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നൊരു സ്ഥിതിവിശേഷമാണ്. ഇത്തവണ കിരീടം നേടാനുള്ള കെൽപ്പ് നമ്മുടെ ടീമിനുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.